നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കോടംതുരുത്ത് ശ്രീ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും രോഹിണി മഹോത്സവവും. തുറവൂർ കോടംതുരുത്ത് ശ്രീ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ സുബ്രഹ്മണ്യ ഭഗവാന്മാരുടെയും ഉപദേവതകളുടെയും തിരുസന്നിധിയിൽ മകരമാസ രോഹിണി മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഭക്തി നിർഭരമായി നടക്കുന്നു. ജനുവരി 20 ഭദ്രദീപ പ്രകാശനത്തോടെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ ജനുവരി 28 സമാപിക്കും. യജ്ഞാചാര്യൻ മണപ്പുറം ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി അജയൻ തന്ത്രികൾ, മേൽശാന്തി ശരത് കാർത്തികേയൻ ശാന്തികൾ, ക്ഷേത്രം ശാന്തി ബാലു ശാന്തി എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നിത്യേന ഗുരുപൂജ, നിർമാല്യം, ഉഷപൂജ, മധ്യാഹ്ന പൂജ എന്നിവ നടന്നുവരുന്നു. കഴിഞ്ഞ ദിവസം വിളഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര താളമേളങ്ങളുടെയും പച്ചക്കറി താലങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നു. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ചടങ്ങിൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ SNDP ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ, അരൂർ മേഖലാ ചെയർമാൻ ത്രിദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. സുകുമാരൻ കൊച്ചുകണ്ണന്തറ ശ്രീകൃഷ്ണ വിഗ്രഹം ഏറ്റുവാങ്ങി. സപ്താഹ ദിവസങ്ങളിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന, കുചേലോപാഖ്യാനം, രുക്മിണി സ്വയംവരം ഉൾപ്പെടെയുള്ള വിശേഷാൽ ചടങ്ങുകൾ നടന്നു. ഉത്സവത്തിന്റെ വിജയത്തിനായി ജനറൽ കൺവീനർ സജിത്, ദേവസ്വം പ്രസിഡന്റ് PG സന്തോഷ്, ശാഖാ വൈസ് പ്രസിഡന്റ് KK പങ്കജാക്ഷൻ, ശാഖാ സെക്രട്ടറി CP ചിദംബരൻ, ദേവസ്വം സെക്രട്ടറി ശൈലജ ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. വാത്സല്യമുല്ലസിപ്പാൻ ഒന്ന് കാഴ്ചവെക്കേണ്ടയോ? ആയതിനിന്ന് നീ പ്രാഭൃതം നോക്കുകയിൽ ആയതുകൊണ്ട് ഞാൻ കന്യാനേ പോകുവൻ വിധം. രമണന്റെ വാക്കുകേട്ട നേരം സത്വരം 4 ഗൃഹേത്തിൽ യാചിച്ചു പത്നി. അപ്പോഴേ 4 ഗൃഹസ്ഥരും പത്നിക്ക് 4 വെടി നെല്ലാതം. അപ്പോൾ അതും ഒരു ഭിന്ന വസനത്തിൽ ഉപലാറ്റി പത്നി കെട്ടി കിഴിയാക്കി ചിതമാതേന മുകുന്ദന ഭർത്താവ് തന്നുടെ കയ്യിൽ സത്വരം ആയതും കൈക്കൊണ്ട് വിപ്രണം ചിത്തമോദീന നാനാചരാചര ലോകത്തിനൊക്കെ സ്ഥാനമാ നിൽക്കും പരമഗുരു വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്നതും അത്ഭുതമത്രേ കൃഷ്ണ. ഗോദാവരി സരസ്വതി നർമദേ സിന്ധുകാവേരി ധരയസ്മിൻ സന്നിധിം ഗുരു. സമർപ്പിച്ചുകൊണ്ട് ജലപാത്രത്തിലേക്ക് സമർപ്പിച്ചു.